Welcome to Mathematical Methods, Mathematical Physics number 1. And today this is class number 28, which is called Projection Operators. Projection Operators. In the previous class we have studied unitary operators, and now we see projection operators. Projection operator, another mathematical title, projection operators from mathematical methods. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്ലാസ് ഓപ്പറേറ്ററാണ്. ഇത് ക്ലാസ് നമ്പർ 28, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്. സോ വാട്ട് ആർ പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്? എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്, എ സ്മോൾ ഇൻട്രൊഡക്ഷൻ. In linear algebra and fundamental analysis, a projection operator or simply a projection operator is simply called a projection, is a linear transformation P from a vector space to itself such that applying it twice yields the same result as applying it once. That is, P square is equal to P. This property is called idempotence. So what is idempotence property? This is the property, P square is P. അപ്പോൾ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നമ്മൾ ലീനിയർ അൾജിബ്രയിൽ വരുന്ന മറ്റൊരു ഓപ്പറേറ്ററാണ്. അതിൽ പ്രത്യേകത, അതിന് പി എന്നാണ് എഴുതുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയും. ഈ ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു മെട്രിക്സിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു വെക്ടറിൽ 2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പഴയ കേസ് തന്നെ കിട്ടും. പി സ്ക്വയർ ഇസ് പി. ഒരു പ്രാവശ്യം നമ്മൾ പി അപ്ലൈ ചെയ്യുക, പിന്നെ അപ്ലൈ ചെയ്താലും പി തന്നെയായിരിക്കും. അതാണ് ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടി. ടോയ്സ് അപ്ലൈ ചെയ്താൽ പഴയ ആ ഓപ്പറേറ്റർ തന്നെ വരും. ഇൻ ലീനിയർ അൾജിബ്ര and function analysis, a projection operator is a linear transformation P from a vector space to itself. ഒരേ വെക്ടർ സ്പേസിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഈ പി പ്രവർത്തിക്കുന്നത്. സച്ച് ദാറ്റ് അപ്ലൈങ് ഇറ്റ് ടോയ്സ്, 2 പ്രാവശ്യം നമ്മൾ പ്രയോഗിച്ചാൽ ഗെറ്റ്സ് ദ സെയിം റിസൾട്ട് ആസ് അപ്ലൈങ് ഇറ്റ് വൺസ്. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുന്ന ഫലം മാത്രമേ ഉള്ളൂ. ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നമ്മൾ ഒരു വെക്ടറിൽ 2 പ്രാവശ്യം അപ്ലൈ ചെയ്താലും. ദാറ്റ് ഈസ് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഐഡംപൊട്ടൻസ്. ഈ പ്രോപ്പർട്ടിയെ നമ്മൾ ഐഡംപൊട്ടൻസ് പറയും. അപ്പോൾ ചോദിക്കാൻ വേണമെങ്കിൽ വാട്ട് ഈസ് ഐഡംപൊട്ടൻസ് ഓഫ് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ? ആൻഡ് ദിസ് ഇസ് ദ ഡെഫിനിഷൻ, ഫോർമൽ ഡെഫിനിഷൻ. ഇഫ് വി ബി എ വെക്ടർ സ്പേസ് സച്ച് ദാറ്റ് വെക്ടർ സ്പേസ് over R or C. R is the Euclidean space and C is the complex space. അപ്പോൾ യൂക്ലിഡിയൻ ജോമെട്രിയിൽ കോംപ്ലക്സ് ഫേസിൽ ആണ് നമ്മൾ ഈ പ്രൊജക്ഷൻ വെക്ടർ പറയുന്നത്. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ്. അത് പിന്നെ യൂക്ലിഡിയൻ നോർമൽ 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആകാം, അല്ലെങ്കിൽ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആകാം. എ ലീനിയർ ഓപ്പറേറ്റർ പി ഈ സച്ച് ദാറ്റ് V to V is a projection if and only if P square is equal to P. ഇപ്പോൾ പി എന്ന് പറഞ്ഞാൽ വെക്ടർ സ്പേസിലെ ഒരു ഓപ്പറേറ്ററാണ്. അത് ഓപ്പറേറ്റ് ചെയ്താൽ വെക്ടർ സ്പേസിൽ തന്നെ വേറെ എലമെൻറ്റ് നമുക്ക് കിട്ടും. കണ്ടീഷൻ എത്രയേ ഉള്ളൂ? പി സ്ക്വയർ ഇസ് പി. ഇപ്പോൾ പി സ്ക്വയർ ഇസ് ഇക്വൽ ടു പി എന്ന് പറയുന്ന ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടർ സ്പേസിലെ ഒരു ഓപ്പറേറ്റർ പി ആണ് ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പി കഴിഞ്ഞിട്ട് നമ്മൾ 2 കുത്തിയിട്ടുണ്ട്. വി ടെൻസ് ടു വി ഗോസ് ടു വി എന്നുള്ള ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അത് വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹൗ ടു റീഡ്, അത് വായിക്കുന്നവർ കാണിച്ചിരിക്കുകയെന്ന്. പക്ഷെ അങ്ങനെ വായിക്കണമെന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് പി ഈസ് എ മാപ്പ് ഓർ ഓപ്പറേറ്റർ. പി ഈസ് എ മാപ്പ്, പി ഈസ് എ ഓപ്പറേറ്റർ, പി ഈസ് എൻ ഓപ്പറേറ്റർ ഫ്രം ദി വെക്ടർ സ്പേസ് വി ടു ദി വെക്ടർ സ്പേസ് വി എന്നാണ് അത് വായിക്കുന്നത്. പി ഈസ് എൻ ഓപ്പറേറ്റർ സച്ച് ദാറ്റ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഫ്രം വി ടു വി. അതായത് വി വെക്ടർ സ്പേസ് ആണ്. ഈ പി വെക്ടർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ സ്പേസിൽ തന്നെ മറ്റൊരു എലമെൻറ്റ് കിട്ടുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അടുത്ത എലമെൻറ്റ് കിട്ടുമെന്നുള്ളതാണ് ഈ പറയുന്നത്. അതിങ്ങനെ വായിക്കുന്നത് പി ഈസ് എ മാപ്പ് ഫ്രം ദി വെക്ടർ സ്പേസ് വി ടു ദി വെക്ടർ സ്പേസ് വി ഓർ പി സച്ച് ദാറ്റ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ വി ഗീവ്സ് വി. ആ വിയിൽ തന്നെ ഒരു എലമെൻറ്റ് കിട്ടുമെന്നുള്ളതാണ്. ദാറ്റ് ഈസ് പി ടേക്സ് എൻ എലമെൻറ്റ് ഓഫ് വി ആൻഡ് റിട്ടേൺസ് അനദർ എലമെൻറ്റ് ഓഫ് വി. അതാണ് മീനിങ്. പി ഈസ് ദ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. ഇറ്റ് takes any element of V and returns another element of V. അപ്പോൾ ഇങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ പി സച്ച് ദാറ്റ് വി gives V
ബി ഗിവ്സ് വി, ബി ടെൻസ് ടു വി, ദാറ്റ്സ് എ മീനിങ്. അങ്ങനെ വായിക്കാം. കീ പ്രോപ്പർട്ടീസ് ഓഫ് റിഡക്ഷൻ ഓപ്പറേറ്റേഴ്സ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഐഡംപൊട്ടൻസ്, പി സ്ക്വയർ ഇസ് പി എന്ന് പറയുന്നത്. ആസ് ഡിഫൈൻ ദ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ഈസ് പി സ്ക്വയർ ഇസ് പി. പിന്നെ ഇതിൻ്റെ ഐഗൻ വാല്യൂസ് എന്തൊക്കെയാണ്? എന്താണ് ഐഗൻ വാല്യൂസ്? ഈ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഗൻ വാല്യൂസ് നമുക്ക് 0യും 1ഉം കിട്ടുമെന്നാണ് പറയാൻ പോകുന്നത്. ദ only possible ഐഗൻ വാല്യൂസ് ഓഫ് എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആർ 0 and 1. അപ്പോൾ പിക്ക് 0 and 1 എന്ന് പറയുന്ന ആ ഉത്തരം മാത്രമേ ഉള്ളൂ. അതിൽ പ്രൂഫ് ഇതാണ്. ഇഫ് പി എക്സ് ഈസ് ലാംഡ എക്സ് ഫോർ സം നോൺ സീറോ വെക്റ്റേഴ്സ്. അപ്പോൾ ഇത് പിന്നെ ഈ നോൺ സീറോ എന്ന് പ്രത്യേകം പറയാൻ കാര്യം 0 ആകുമ്പോൾ നമുക്ക് പിന്നെ റിസൾട്ടൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. 0 റിസൾട്ട് വരും. അപ്പോൾ അതിന് കാൽക്കുലേഷൻ പ്രയാസമാണ്. 0 വരുന്ന കേസിൽ മാത്തമാറ്റിക്കൽ റൂൾസ് എല്ലാം കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ. പ്രൂഫ് ഇഫ് പി എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് ഫോർ സം നോൺ സീറോ വെക്ടർ എക്സ് ദെൻ പി സ്ക്വയർ എക്സ്. രണ്ട് പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുകയാണ്. വാട്ട്സ് എ മീനിങ്? പി ഓഫ് പി എക്സ്, അതാണ് രണ്ട് പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്താ പി എക്സ്? ലാംഡ എക്സ് അവിടെ കൊടുത്തു. പി ഓഫ് ലാംഡ എക്സ്, ലാംഡ ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ബ്രാക്കറ്റിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ലാംഡ പി എക്സ്. എന്താ പി എക്സ്? ഇറ്റ് ഈസ് ഓൾസോ ലാംഡ എക്സ്. സോ ദ ആൻസർ ഈസ് ലാംഡ എക്സ്. പി സ്ക്വയർ എക്സ് ഈസ് ലാംഡ സ്ക്വയർ എക്സ്. പി സ്ക്വയർ എക്സ് ഈസ് ലാംഡ സ്ക്വയർ എക്സ് ആൻഡ് ഓൾസോ പി സ്ക്വയർ എക്സ് ഈസ് പി എക്സ്. അങ്ങനെ ഓർക്കണം. സിൻസ് പി സ്ക്വയർ ഇസ് പി, വി ഓൾസോ ഹാവ് പി സ്ക്വയർ ഇസ് ഇക്വൽ പി എക്സ്, ദാറ്റ് ഈസ് ലാംഡ എക്സ്. എന്താ പി സ്ക്വയർ എക്സ്? ലാംഡ സ്ക്വയർ എക്സ് തെളിയിച്ചിട്ട് നമ്മൾ. ഇപ്പോൾ ലാംഡ സ്ക്വയർ എക്സ് ഈസ് ലാംഡ എക്സ്. ആ എൽ എച്ച് എസിൽ പി സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് ലാംഡ സ്ക്വയർ എക്സ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആർ എച്ച് എസിൽ ലാസ്റ്റ് ടൈമായിട്ട് ലാംഡ എക്സ് ഉണ്ട്. അതിനുണ്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റിംഗ് ദ ടു പി സ്ക്വയർ എക്സ് ആൻഡ് ലാംഡ എക്സ്. പി സ്ക്വയർ എക്സ് ഈസ് ലാംഡ സ്ക്വയർ എക്സ് ഇസ് ലാംഡ എക്സ്. സിൻസ് എക്സ് ഈസ് നോട്ട് ഈക്വൽ 0, വി മസ്റ്റ് ഹാവ് ലാംഡ സ്ക്വയർ ഇസ് ലാംഡ. ആ ലാംഡ ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ ഇസ് 0. ലാംഡ കോൺ ഫാക്ടർ എടുക്കുക, ടേക്ക് കോൺ ഫാക്ടർ. So lambda into lambda minus 1 is 0. The meaning is either lambda is 0 or lambda minus 1 is 0. Factors are in the multiplication of two factors. The result is 0. The meaning is first factor is 0 or second factor is 0 or both the factors are 0. അങ്ങനെ പറയാം നമുക്ക്. So lambda is 0. Lambda minus 1 is 0. That is lambda is 1. So the two eigen values of these projection operator is 0 and 1. ഇനി രണ്ട് പ്രധാനപ്പെട്ട ടേമുണ്ട് ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്ററിനകത്തിന്. അതിന് നമ്മൾ ഇമേജ് ആൻഡ് കേർണൽ എന്ന് പറയും. ഇമേജ് ആൻഡ് കേർണൽ. ഫോർ എനി പ്രൊജക്ഷൻ ഓപ്പറേറ്റർ പി, ദി ഇമേജ് ഈസ് ഓൾസോ കോൾഡ് റേഞ്ച്. ഇമേജ് പി ഈസ് ഡിനോട്ടഡ് ആസ് ഇമേജ് പി. IMP എന്ന് പറഞ്ഞാൽ ഇമേജ് പി, അല്ലെങ്കിൽ പറയും RP, റേഞ്ച് പി എന്ന് പറയും. ഇമേജ് അല്ലെങ്കിൽ റേഞ്ച്, ഇമേജിനെ വിളിക്കുന്ന പേര് റേഞ്ച്, ഇമേജ് പി ഓർ റേഞ്ച് പി is the set of all vectors that are projected onto. അപ്പോൾ ഇത് പ്രൊജക്ഷൻ വെക്ടേഴ്സാണ് ഈ കാണിക്കുന്നത്. അത് മറ്റൊരു വെക്ടർ സ്പേസിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. പ്രൊജക്റ്റഡ് ഓൺടു. ഫോർ എനി y belongs to image p, we have py is equal to y. അപ്പോൾ ഇമേജ് പി കിട്ടുന്ന കേസാണെങ്കിൽ, y ഇമേജ് പിയിലുള്ളതാണെങ്കിൽ അതിൻ്റെ അർത്ഥം py is equal to y എന്നാണ് അർത്ഥം. Proof. If y belongs to image p, then y is equal to px. That's the definition. For the same way, then py, that is p of py, then py, that is p of px. P of px is p square x. That is px. It is equal to y. കാരണം py y ആണല്ലോ. So px is py. ഇത് കേർണൽ. Kernel is also called a null space of P denoted as ker P or null P. NP is a set of all vectors that are projected to the zero vector. For any Z belongs to kernel P, we have P is equal to 0. അപ്പോൾ ഈ Z കേർണൽ പിയിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പി ഇസഡ് 0 എന്നാണ്. പി ഓഫ് ഇസഡ് 0. ദ വെക്ടർ സ്പേസ് വി ക്യാൻ ബി ഡീകമ്പോസ്ഡ് ആസ് ദി ഡയറക്റ്റ് സം ഓഫ് ഇമേജ് ആൻഡ് കേർണൽ ഓഫ് പി.
വെക്ടർ സ്പേസിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഭാഗിക്കാം. ആ രണ്ട് പാർട്ടിനെ ഒന്ന് ഇമേജ് പി എന്ന് പറയും, മറ്റത് കേർണൽ എന്ന് പറയും. ഈ വെക്ടർ സ്പേസ് തന്നെ ഈ രണ്ട് ഘടകങ്ങളുടെ സമ്മാണ്, ഇമേജിൻ്റെയും കേർണലിൻ്റെയും സമ്മാണ് ഈ വെക്ടർ സ്പേസ്. ബി ഈസ് ഈക്വൽ ടു ഇമേജ് പി പ്ലസ് കേർണൽ പി. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള അഡീഷൻ, സം എന്നുള്ളത് കൂടിച്ചേരുക എന്നുള്ള അർത്ഥം. സോ ബി ഈസ് ഈക്വൽ ഇമേജ് പി പ്ലസ് കേർണൽ പി. ദിസ് മീൻസ് ദാറ്റ് every vector v belongs to capital V, small v belongs to capital P, can be uniquely written as v is equal to u plus w, where u belongs to image P and w belongs to kernel P. അപ്പോൾ അങ്ങനെ എഴുതാം നമുക്ക്. അതൊരു പ്രോപ്പർട്ടിയാണ്. സ്പെസിഫിക്കലി കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ v is equal to pv plus 1 minus pv, അതായത് ആദ്യത്തെ ഇമേജ്, രണ്ടാമത്തെ കേർണൽ. ഹിയർ പി വി ബിലോങ്സ് ടു ഇമേജ് പി ആൻഡ് ഐ മൈനസ് പി ബിലോങ്സ് ടു കേർണൽ പി. സോ പി ഇൻറ്റു ഐ മൈനസ് പി വി ഈസ് ഈക്വൽ ടു പി മൈനസ് പി സ്ക്വയർ വി. അങ്ങനെ എഴുതാം. പി മൈനസ് പി സ്ക്വയർ, പി കൊണ്ട് അത്ര ഗുണിച്ചാണ്. ദാറ്റ് ഈസ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി തന്നെയാണല്ലോ. പി മൈനസ് പി ഇൻറ്റു വി. പി മൈനസ് പി 0. ദ ആൻസർ ഈസ് 0. ഇനി കോംപ്ലിമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊജക്ഷൻ. ഈ പി ഇസ് എ പ്രൊജക്ഷൻ then, if P is a projection, then I minus P is also a projection. I minus P is also a projection. Proof: U is equal to P Y. അത് ക്ലിയറായിട്ട് നമുക്ക് വായിക്കാം. പ്രൂഫ്: ഐ മൈനസ് പി ദ സ്ക്വയർ ഈസ് ഐ മൈനസ് പി ഇൻറ്റു ഐ മൈനസ് പി. ദാറ്റ് ഈസ് അത് പിന്നെ നമ്മൾ നേരിട്ട് ആ ടേം മാറാതെ അതേപടി എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഐ ഇൻറ്റു ഐ സ്ക്വയർ, ഐ ഇൻറ്റു മൈനസ് പി മൈനസ് ഐ പി, മൈനസ് പി ഇൻറ്റു ഐ മൈനസ് പി ഐ, ഓർഡർ മാറ്റാതെ മൈനസ് ഇൻറ്റു മൈനസ് പി മൈനസ് പി ഇൻറ്റു മൈനസ് പി പ്ലസ് പി സ്ക്വയറുടെ പ്ലസ് പി സ്ക്വയർ. ലാസ്റ്റ് മറഞ്ഞിരിക്കുന്ന ടൈം പി സ്ക്വയർ ആണ്. പി സ്ക്വയർ പി തന്നെ, ഇപ്പോൾ പി തന്നെ എഴുതിയാൽ മതി. ഇമേജ് 1 മൈനസ് പി ഇസ് കേർണൽ പി ആൻഡ് കേർണൽ ഐ മൈനസ് പി. ഇമേജ് ഐ മൈനസ് പി ഇസ് കേർണൽ പി ആൻഡ് കേർണൽ ഐ മൈനസ് പി ഇസ് ഇമേജ് പി. ദിസ് കൺഫേംസ് ദ ഡയറക്റ്റ് സം ഡീകമ്പോസിഷൻ ഓഫ് എബവ്. ഇനി ഓർത്തോഗണൽ പ്രൊജക്ഷൻസ്, സെൽഫ് അഡ്ജോയിൻ്റ് പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്തോഗണൽ പ്രൊജക്ഷൻ, ഓർത്തോഗണൽ വെച്ചാൽ പെർപെൻഡിക്കുലാരിറ്റി. ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്, അന്നേരം മനസ്സിലാക്കാം കൂടുതൽ കാര്യങ്ങൾ. ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ദ പ്രൊജക്ഷൻ പി ഈസ് കോൾഡ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ if it is also self-adjoint. Self-adjoint is also called Hermitian in the complex case. That is, P star is P. That property you understand. In an inner product space, a projection P is also called orthogonal projection, perpendicular projection, if it is also self-adjoint. Self-adjoint is Hermitian in complex space. That is, P star is equal to P. P star is the Hermitian. P star is equal to P, and that is in inner product space. For an orthogonal projection, the image and kernel are orthogonal complements. Image B perpendicular to kernel P, meaning that for any U belongs to image P and W belongs to kernel P,
their inner product UW is equal to 0. Inner product, അതായത് ഡോട്ട് പ്രോഡക്റ്റ് UW നമ്മുടെ ഇന്നർ പ്രോഡക്റ്റ് എഴുതുന്നത് ഈ ഒരു ഒടിച്ച ബ്രാക്കറ്റിനകത്താണ്, ഡിസ്റ്റോർട്ടഡ് ബ്രാക്കറ്റിനകത്താണ്, ഇങ്ങനെ ഒടിച്ച് എഴുതണം. ഇന്നർ പ്രോഡക്റ്റ് അത് വായിക്കുന്നത് ഇന്നർ പ്രോഡക്റ്റ് UW ദാറ്റ് ഈസ് ഇക്വൽ ടു 0. Orthogonal projections are or perpendicular projection operators are crucial in many applications. പല ആപ്ലിക്കേഷനിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, എസ്പെഷ്യലി ഇൻ ഒപ്റ്റിമൈസേഷൻ. ഒന്ന് ഒപ്റ്റിമൈസേഷനാണ്, ഒപ്റ്റിമൈസേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ലീസ്റ്റ് സ്ക്വയർ ഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പഠിക്കുന്നതാണ്. ലീസ്റ്റ് സ്ക്വയർ പ്രോബബിലിറ്റി പഠിക്കുന്നതാണ്. അപ്പോൾ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഇറ്റ് ഈസ് അപ്ലൈഡ്. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. അടുത്ത പ്രോപ്പർട്ടി സം ഓഫ് പ്രൊജക്ഷൻസ്. ഈ പ്രൊജക്ഷൻസിൻ്റെ സം ഇഫ് P1 P2 എക്സെട്ര PN ആർ PN P2 എക്സെട്ര PK ആണ് are the orthogonal projections and their images and are mutually orthogonal. That is, image P1 perpendicular to image PI perpendicular to image PJ for I not equal to J. Then their sum P is equal to P1 plus P2 plus etc. plus PK is ഓൾസോ ആൻ ഓർത്തോഗണൽ പ്രൊജക്ഷൻ. അപ്പോൾ ഒരു സം എടുത്താലും അതും ഓർത്തോഗണൽ പ്രൊജക്ഷനായിട്ട് മാറും. ഓർത്തോഗണൽ മീൻസ് പെർപെൻഡിക്കുലർ. ഫർദർമോർ, കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഫർദർമോർ ഇഫ് P is a projection and PI/PJ is equal to 0 for I is not equal to J, then P equal to sigma PI is projection if and only if the sum is also idempotent. Idempotent എന്ന് നമ്മൾ പറഞ്ഞാൽ P square is equal to P എന്നുള്ള കണ്ടീഷൻ. Furthermore, if P is a projection and PI/PJ is equal to 0 for I not equal to J, then P is equal to sigma PJ is a projection if and only if the sum is also idempotent. ഇതിനകത്ത് എക്സാമ്പിൾസ് ഓഫ് പ്രൊജക്ഷൻ വെക്ടേഴ്സ്. പ്രൊജക്ഷൻ വെക്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ് പ്രൊജക്ഷൻ ഓൺ ടു എ ലൈൻ, ഒരു ലൈനിന് പുറത്തേക്കുള്ള പ്രൊജക്ഷൻ. കൺസിഡർ എ വെക്ടർ V belongs to R cubed, R square, Euclidean space, R square, 2-dimensional, and a line through the origin spanned by a unit vector U. The projection of V onto the line spanned by U is given by PUV. അങ്ങനെ വായിക്കുന്നത് the projection of V vector onto the line, U on a line, onto the line spanned by U is projection of V on U, PUV equal to V minus U into U. Sorry, minus അല്ല, V dot U into U. That is the inner product into U. Now, the matrix for the projection is PU is equal to UU raised to UUT, T is transpose. Let us check idempotence. Idempotence നമുക്ക് ഇതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. PU square എന്താണ്? PU square എന്ന് പറഞ്ഞാൽ PU UT ആണല്ലോ. അപ്പോൾ UUT raised to എന്നല്ല, ട്രാൻസ്പോസ് എന്നാണ്. UUT ഇൻറ്റു UUT ചെറിയ ബ്രാക്കറ്റ്, അത് രണ്ടും കൂടി ഒറ്റ സിംഗിൾ ബ്രാക്കറ്റ് ആക്കാം. അപ്പോൾ ആ ടേം ചേർത്ത് എഴുതിയാൽ മതി. U പുറത്തേക്ക് എടുക്കണം, എന്നിട്ട് UT എഴുതണം, രണ്ടാമത്തെ U ചേർത്ത് പറയണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, UT. Since U is unit vector, UT/U is equal to 1, so inside the bracket we can write 1. Therefore PU square is U1 UT, that is UUT is equal to PU. That is, the idempotence is satisfied. This is an orthogonal projection because
PU is symmetric, hence self-adjoint. ഹെർമിഷൻ ആയിരിക്കും കോംപ്ലക്സ് ആണെങ്കിൽ. ഇനി പ്രൊജക്ഷൻ ഓൺ ടു സബ് സ്പേസിലേക്ക് ഇതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ ഇരിക്കും? Let W be a subspace of an inner product space capital V. For any vector small v belongs to capital V, there exists a unique decomposition. അത് രണ്ടായിട്ട് പറയാൻ, ഒരു വെക്ടർ രണ്ടായിട്ട് പറയാൻ. ദാറ്റ് ഈസ് V is W plus W perpendicular, where small w belongs to vector space W and W perpendicular belongs to vector space W perpendicular, orthogonal complement of UT. The orthogonal projection onto W denoted by PW is defined as PWV is equal to U. PWV is equal to W. If A is a matrix whose columns form a basis for W, then the orthogonal projection matrix onto W is PW is equal to A at A the whole raised to minus 1 inverse AT. Next property, if A is a matrix whose columns form a basis for W, then the orthogonal projection matrix onto W is PW is equal to A at A raised to minus 1 AT. This formula is particularly useful in least squares problems. ഇനി ഐഡൻറ്റിറ്റി ആൻഡ് സീറോ ഓപ്പറേഷൻ. ഐഡൻറ്റിറ്റി വെക്ടർ ഐ വിളിക്കുന്ന നമ്പർ ഐഡൻറ്റിറ്റി വെക്ടർ നമ്മൾ നേരത്തെ മുകളിൽ കാണുന്നതാണ്. ഐഡൻറ്റിറ്റി വെക്ടർ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഐ ഈസ് എ പ്രൊജക്ഷൻ. ഐ സ്ക്വയർ ഈസ് ഐ. അപ്പോൾ ഐഡൻറ്റിറ്റി വെക്ടർ പി പോലെയുള്ളൊരു വെക്ടറാണ്. അതിൻ്റെ ഐയുടെ സ്ക്വയർ എടുത്താൽ ഐ തന്നെ കിട്ടും. ഇറ്റ് പ്രൊജക്ട്സ് എവറി യൂണിറ്റ് വെക്ടർ ഓൺ ടു the entire space V. The zero operator, അതൊരു ഓപ്പറേറ്ററാണ്. സീറോ എന്ന് മാത്രമേ എഴുതും. ദ സീറോ ഓപ്പറേറ്റർ വേണമെങ്കിൽ ഒരു സൈൻ കൊടുക്കാം, മുകളിലായിട്ടൊരു ക്യാപ്പ് കൊടുക്കാം. ദ സീറോ അപ് ടു സീറോ ഈസ് എ പ്രൊജക്ഷൻ. സീറോ അപ് ടു ഒരു പ്രൊജക്ഷനാണ്, കാരണം സീറോ സ്ക്വയർ സീറോയാണ്. ഇറ്റ് പ്രൊജക്ട്സ് എവരി വെക്റ്റർ ഓൺ ടു ദി സീറോ വെക്റ്റർ ആൻഡ് വെൻ സീറോ കംസ് ഇറ്റ് ഈസ് കോൾഡ് ട്രിവിയൽ സബ്സ്പേസ്. സീറോ വരുന്ന കേസ് ട്രിവിയൽ സബ് സ്പേസ് എന്ന് പറയും. അപ്പോൾ നമ്മളതിൻ്റെ ആ സ്പേസ് കാണിക്കുന്നത് രണ്ട് ബ്രാക്കറ്റിനകത്ത് സീറോ എന്ന് കാണിച്ചാൽ മതി. ആപ്ലിക്കേഷൻസ് ഓഫ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്, ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ എവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻ ലീനിയർ ആൾജിബ്ര പോലുള്ള കേസുകളാണ്. ലീസ്റ്റ് സ്ക്വയർസ് അപ്രോക്സിമേഷൻ. ലീസ്റ്റ് സ്ക്വയർസ് ഫിറ്റ് പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ വരുന്നുണ്ട്. ഫൈൻഡിങ് ദി ബെസ്റ്റ് ഫിറ്റ് ലൈൻ ഓർ കർവ് ടു എ സെറ്റ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ഓഫൺ ഇൻവോൾവ്സ് പ്രൊജക്റ്റിംഗ് ദ ഡേറ്റ ഓൺ ടു എ ലോവർ ഡയമെൻഷണൽ സബ്സ്പേസ്. അപ്പോൾ ഈ ബെസ്റ്റ് ഫിറ്റ് ലൈൻ, ലീസ്റ്റ് സ്ക്വയർ ഫിറ്റ് ലൈൻ, അത്തരം കേസിൽ അത്തരം പ്രോബ്ലത്തിൽ ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് മറ്റൊരു ആപ്ലിക്കേഷനാണ്. പ്രൊജക്ഷൻസ് ആർ ഫണ്ടമെൻ്റൽ ഫോർ റെൻഡറിങ് 3D സീൻസ് ഓൺ ടു എ 2D സ്ക്രീൻ. 3D സീൻസ് 2D സ്ക്രീനിലേക്ക് മാറ്റാനായിട്ട് ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, ഓർത്തോഗോണൽ പ്രൊജക്ഷൻ. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ പതിവായി പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ്. In quantum mechanics, the projection operators are used to represent measurements of observables. Observables means actually expectation values, the values, the eigenvalues. Observables where the measurement collapses the state vector
vector onto an eigenstate corresponding to the measured value. Projection operators are used to represent measurements of observables. ഒബ്സർവബിൾ എന്ന് വെച്ചാൽ മൊമെൻറ്റം, എനർജി പോലെയുള്ള ക്വാണ്ടിറ്റികളാണ് ഒബ്സർവബിൾ എന്ന് പറയുന്നത്. ഒബ്സർവബിൾസ് വെൻ ദി മെഷർമെൻറ്റ് collapses the state vector onto an eigenstate corresponding to the measured value. Our next application is signal processing. Filtering and noise reduction techniques often employ projections to isolate desired signal components. ആവശ്യമുള്ള സിഗ്നൽ കമ്പോണൻറ്റ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. മെഷീൻ ലേണിംഗ് dimensionality reduction techniques like principal component analysis PCA utilize projections. ഇപ്പോൾ PCAയിൽ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ യൂട്ടിലൈസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ആണ്. ഇതെല്ലാം കൂടി പഠിക്കാനായിട്ട് നമുക്ക് അല്പം പ്രയാസമായിരിക്കും. അത്യാവശ്യം ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പഠിക്കുക. വാട്ട് ഈസ് എ പ്രൊജക്ഷൻ വെക്റ്റർ, ഗീവ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ആപ്ലിക്കേഷൻ പറയപ്പോൾ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഓർക്കുന്ന കാര്യങ്ങൾക്ക് പറയാം. കുറച്ച് പ്രോപ്പർട്ടി, കുറച്ച് ആപ്ലിക്കേഷനൊക്കെ പറയാം, ഐഡം പൊട്ടൻസസ് ഒക്കെ പറയണം. അങ്ങനെ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ആർ ഇമേജ് ആൻഡ് കേർണൽ ഓഫ് പ്രൊജക്ഷൻ വെക്ടർ. അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇമേജും കേർണലും കൂടി കൂട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമേജ് എന്താണ്, കേർണൽ എന്താണ് പ്രത്യേകം പഠിക്കണം. അടുത്തത് ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് പ്രൊജക്ഷൻ വെക്ടർ. ഇവിടെ പ്രൊജക്ഷൻ വെക്ടറിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ല, എങ്കിലും വായിക്കുക. വാട്ട് ആർ ഐഡൻറ്റിറ്റി ആൻഡ് സീറോ ഓപ്പറേറ്റർ. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ ഓപ്പറേറ്റർ എന്നാൽ എന്താണ് പ്രത്യേകം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗിവ് ആപ്ലിക്കേഷൻസ് ഓഫ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്. പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ, അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. That is all with your class number 28. We pass on to class number 29.